സ്കൂളില്ലെങ്കിൽ എഴുന്നേൽക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അങ്ങനെ ലേറ്റായിട്ടാണ് എഴുന്നേറ്റ് വന്നത്. അപ്പോഴേക്കും അത്യാവശ്യം നല്ല വെയിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ വേഗം സിറ്റ് ഔട്ടിലൊക്കെ ഒന്ന് കുറച്ച് സമയം പോയി ഇരുന്ന് അത് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ നിധിമോൾ എഴുന്നേറ്റ് കളിക്കുകയാണ് കേട്ടോ. പിന്നെ ആളെ ഞാൻ ഉറക്കി കൊടുത്തിട്ടോ. ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുമ്പോൾ ആൾ നന്നായിട്ട് തന്നെ ഉറങ്ങിക്കോളും. പിന്നെ ഞാൻ നേരെ ഹോളിൽ വന്ന് കർട്ടനൊക്കെ ഒന്ന് വലിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ഇന്നിപ്പോൾ ചപ്പാത്തി എഗ് റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ എഗ്ഗ് ഞാൻ കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട്. മാവ് അവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ മുത്താറി ഒന്ന് കാച്ചി കുടിക്കാമെന്ന് വിചാരിക്കുമ്പോഴേക്കും നിധി വീണ്ടും എഴുന്നേറ്റ്. പിന്നെ ശ്രീക്കുട്ടി പറഞ്ഞു, അമ്മ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞപ്പോൾ ആൾ മടിയിലൊക്കെ വെച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഇരുന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട്. ഞാൻ നേരെ വന്നിട്ട് ഉള്ളിയൊക്കെ ഒന്ന് നമ്മളെ ചോപ്പറിലോട്ട് ഒന്ന് അടിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഉള്ളി മസാലയൊക്കെ ആക്കിയിട്ട് എഗ് റോസ്റ്റ് ഉണ്ടാക്കുകയാണ്. അങ്ങനെ വെളിച്ചെണ്ണയിലേക്ക് എല്ലാ പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുത്ത് ഉപ്പും കൂടി ചേർത്ത് വഴറ്റിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ വന്നപ്പോൾ നിധീനെ കുറച്ച് സമയം ഇങ്ങനെ കളിപ്പിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് തന്നെ പോയിട്ട് ഞാൻ പോയി വേഗം ചായയും കുടിച്ച് പിന്നെ നിധീനെ ഒന്ന് കുളിപ്പിച്ചൊക്കെ കൊടുത്തിട്ട് പൗഡറൊക്കെ ഇട്ട് കൊടുത്തത് ഒന്നും കൂടിയൊക്കെ ഒന്ന് തുടച്ചെടുക്കാണ്ട് ആളെ ഉറക്കിയിട്ട് തീരെ ഉറങ്ങുന്നില്ല. പോയിട്ട് ഞാൻ വേഗം പിന്നെ അവിടുന്ന് അടിച്ചൊക്കെ വാരിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഇടയ്ക്ക് വേഗം ഫുഡും കൂടി ഉണ്ടാക്കണം. അങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി വന്ന് ഇത്രയാണ് ഇന്നത്തെ ഫുഡ്. പിന്നെ വേഗം കഴിച്ചു. ഇനിയിപ്പോൾ വൈകുന്നേരം ആയപ്പോൾ വേറെ എന്താ പരിപാടി, ചായ കുടിക്കണം. അപ്പോൾ നിധി ഇവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ.